ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. ഞങ്ങൾ ഈസ്റ്റർ ആയിട്ട് ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ സർവശക്തനായ യേശുദേവനോട് ഉള്ള ആദര സൂചകമായിട്ട് ഞങ്ങൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. സ്പെഷ്യലായിട്ട് ചേച്ചി ഉണ്ടാക്കണ ഓരോ സാധനത്തിന് ഞാനും എടുത്തമ്മയൊക്കെയാണ് സഹായിക്കണേ. ഇത് ഞങ്ങളെ ചിങ്കുവാലൻ എന്താ. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ കടായി ചിക്കനാണ്. അപ്പോൾ കിച്ചു അച്ഛനും കൂടിയാണ് കടായി ചിക്കന് വേണ്ടിയിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ നുറുക്കണ്. അത് കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോണ്ട് ഈ എടുത്തമ്മ എന്തോ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചതക്കിയാണ്. അപ്പം നമുക്ക് ചേച്ചിയാണ് ഇന്ന് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. കടായി ചിക്കൻ അച്ഛനുമാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായി ചിക്കനും ഒക്കെ കഴിക്കാം. അടിപൊളിയായി വൃത്തിയാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് എനിക്കിതൊക്കെ പിടിച്ചു തരാൻ ഒരു ക്യാമറാമാൻ ഉണ്ട്. എൻ്റെ പൊന്നു മോളാണ് ഇതൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ട ചില ചിക്കനൊക്കെ നല്ല ഹാർഡാവും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അടിപൊളി വൃത്തിയായിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ അച്ഛവിടെ ഉള്ളിയും തക്കാളി എല്ലാതും കൂടി കടായി ചിക്കന് വേണ്ടിയിട്ട് വാട്ടുകയാണ്. അപ്പോൾ കടായി ചിക്കനും നെയ്ച്ചോറും ഒക്കെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. ഇതാ ഞാൻ വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അപ്പോൾ അച്ഛനും ചേച്ചിയൊക്കെ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ലാലേട്ടൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ ഫിലിം ഇതാ തുടരുമുള്ളത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ടാക്കീസിലൊന്നും പോയിട്ട്. ലാലേട്ടൻ ഫാനാണ്. നമ്മുടെ വീട്ടിലെ എല്ലാവരും അത്രയും ഇഷ്ടമാണ് ലാലേട്ടനെ. അപ്പോൾ ഈ ലാലേട്ടനെ ചില സിനിമയിലൊക്കെ താളവട്ടം പോലെയുള്ള സിനിമയിലൊക്കെ ലാലേട്ടൻ മരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളാ ചേച്ചി പറഞ്ഞത് റൈസായിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് നോക്കാൻ വായോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം എല്ലാ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഞാനൊരു ടെസ്റ്ററാണ്. അപ്പോൾ റൈസ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി, ഒരു രക്ഷയില്ല, അത്രയ്ക്കും സൂപ്പറാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം കിച്ചുവിനും ദേവനും ഉണ്ണിക്കണ്ണനൊക്കെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടനും അച്ഛനും കഴിക്കുക പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം ഇരിക്കണം വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവർ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേണം പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ പൊന്നു പറഞ്ഞു ഞങ്ങൾ മേമ്മയുടെയൊക്കെ ഒപ്പം അമ്മയുടെയൊക്കെ ഒപ്പം പറഞ്ഞിട്ട് പൊന്നു ഞങ്ങളൊപ്പം ഇരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവരെല്ലാവരും ഇതാ തുടരും കാണുകയാണ്. അപ്പോൾ നമുക്ക് കടായി ചിക്കനും റൈസിനും സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കടുമാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് എങ്ങനെയുണ്ട് റൈസും കാര്യങ്ങളൊക്കെ എന്ന് കുട്ടികളോട് ചോദിച്ചു നോക്കാം. ഓക്കെ കിച്ചു, എങ്ങനെയുണ്ട്? അച്ഛാ കറി അച്ഛൻ്റെ സ്പെഷ്യലാണ്. കറി എങ്ങനെയുണ്ട് ഏട്ടാ? അപ്പോൾ ഗൈസ്, ഇവര് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. കഴിക്കുകയാണ് റൈസും സാലഡും കടായും, അതുപോലെ തന്നെ ഒരു മുളക് കൊടുത്തിട്ടുണ്ട്, അച്ചാർ എടുത്തിട്ടില്ല. അപ്പോൾ ഈ റൈസും സാലഡും, ഇതിൻ്റെ ആദ്യം ചിക്കൻ്റെ ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. ഇനി പുതിയൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.